ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 7:30 ആയപ്പോൾ ഞങ്ങൾ എണീറ്റിട്ടുണ്ടായിരുന്നേ. എണീറ്റ് ഉടനെ ഏട്ടന് പോകാനൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഞാൻ വേഗം അകൊക്കെ അടിച്ച് വാരിയിട്ട് ചായേൻ്റെ പരിപാടി നോക്കി. ഇന്ന് പുട്ടും ചെറുപയറിൻ്റെ കറിയായിരുന്നേ, അത് വേഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ബാൽക്കണിയിലേക്ക് വന്നു. ഇപ്പം ബാൽക്കണിയിലേക്കൊന്നും വരാറില്ല, കാരണം നല്ല ചൂടാണ് കേട്ടോ. രാവിലെ തന്നെ വെയിലിന് ഭയങ്കര ചൂടാണ് കേട്ടോ, ഉച്ചയ്ക്കൊന്നും നിൽക്കാനേ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ടെറസിലേക്കൊന്നും തീരെ പോകാറില്ല. ടെറസിൽ ഇത്തിരി സ്ഥലത്ത് പോലും വെയിലില്ലാത്തതില്ല, മൊത്തത്തിൽ വെയിലാണ് കേട്ടോ. അങ്ങനെ ഇതാ നച്ചു എണീറ്റിട്ടുണ്ട്. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുറച്ച് നേരം കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ഒരു പ്രജാപതി CR പ്രജാപതിയോ അങ്ങനെ എന്തോ പേരുള്ളൊരു സ്കൂളുണ്ട്. പ്ലേ സ്കൂളാണ്, അല്ലാത്തതുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ആണ് അവളെ കൊണ്ടുവച്ച് ചേർത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. നാളെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. പിന്നെ ചായയൊക്കെ ആയി. ഏട്ടന് ചായ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏട്ടന് ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത്. ഞങ്ങളിവിടെ എത്തുന്ന വരെ ഏട്ടൻ ഡെയിലി ഇങ്ങനെ വിളിച്ചോണ്ടുണ്ടായിരുന്നു, ഇങ്ങ് വായോ പറഞ്ഞ്. അപ്പോൾ ഇതാ ഏട്ടൻ ചായയൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോവുകയാണ് കേട്ടോ. ഇന്ന് ഒത്തിരി പേര് ഇവിടുന്ന് ഔട്ടാവുന്നുണ്ട്, വേറെ സ്ഥലത്തേക്ക് പോസ്റ്റിങ് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നലെ അവരെ വകയായിട്ട് ബെഡാഖാനയായിരുന്നു കേട്ടോ. അവരെ വകയായിട്ട് ഭക്ഷണം, ഇവിടെ നല്ല ഭക്ഷണമുള്ള ദിവസം ബെഡാഖാനാന്ന് കേട്ടോ പറയുക. അപ്പോൾ അതായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഞാൻ ഏട്ടന് ചോറൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇവിടെ ഒരു 5-8 ആൾ ഇവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ വകയായിരുന്നു ഇന്നലത്തെ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയിട്ടില്ല. അങ്ങനെ ഏട്ടൻ പോയപ്പോൾ തന്നെ ഞാൻ ബെഡൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് ഇടാൻ വിചാരിച്ചു. ഇന്ന് ഏട്ടന് ചോറ് കൊടുത്തു വിടണം. അതിനിപ്പോൾ ചോറിൻ്റെ പരിപാടിയൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ അവൾ എൻ്റെ വയ്യ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ രാവിലെ ആയാൽ അമ്മേനെയും അച്ഛനെയും വിളിച്ചിട്ട് കുറച്ച് നേരം സംസാരിച്ചിരിക്കും കേട്ടോ. ഇന്ന് ഇപ്പോൾ ഫുൾ ടൈം ബാങ്കിലും അതേപോലെ തന്നെ താലൂക്കിലും വില്ലേജിലും ഒക്കെ മാറി പോകാണ്ട് ഓരോരോ പേപ്പേഴ്സൊക്കെ ശരിയാക്കാനുള്ളതിനെ കൊണ്ട്. അപ്പം അച്ഛനിടയ്ക്കിടയ്ക്ക് വിളിക്കും, അവിടെ പോയിട്ട് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അച്ഛനങ്ങനെ പോയിട്ട് ശീലമില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ചിലതൊക്കെ ഏട്ടനെ വിളിച്ചിട്ട് ഏട്ടനും പറഞ്ഞു കൊടുക്കും. ഏട്ടന് ഡ്യൂട്ടി സമയത്താകുമ്പോൾ ചിലപ്പോൾ ഒന്നും ഫോൺ എടുക്കാൻ പറ്റത്തില്ല, അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പം ഓൾമോസ്റ്റ് ഒക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം അവൻ്റെ ഇൻഷുറൻസിൻ്റെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ ശരിയാക്കാം. അപ്പോൾ അതിൻ്റെ ഇതിലാണ് അച്ഛൻ. അങ്ങനെ പിന്നെ അവൻ്റെ വണ്ടി ഒന്നായിട്ട് ചമ്മന്തി പരിവായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അവരത് നന്നാക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം അതെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കണം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പല്ലൊക്കെ തേച്ച് അതിനിടയ്ക്ക് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടന് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ചോറ് അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു പയറിൻ്റെ ഉപ്പേരിയും അതേപോലെ തന്നെ കായ്ക്കറിയും പിന്നെ തൈരും അതേപോലെ മാങ്ങുപ്പിലിട്ടതും അച്ചാറും ഒക്കെ ഉണ്ട്. അതൊക്കെ ആക്കിയിട്ട് ഏട്ടന് ചോറ് കൊടുത്തുവിടാൻ വിചാരിച്ചു. പിന്നെ ഇവർക്ക് ഇനിയിപ്പോൾ സ്കൂളിൽ ചേർത്താൽ മെയ് തൊട്ടാണ് കേട്ടോ സ്റ്റാർട്ടാവുന്നത്. അപ്പം രാവിലെ 8 മണി തൊട്ടിട്ട് ഒരു 11:30 വരെ എങ്ങാണ്ടാണ് കേട്ടോ. അപ്പം അത്രയും സമയം ഇവളെ കൊണ്ടുവച്ച് അവിടെ വിടണം. നിൽക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഒരു ദിവസമെങ്കിലും ഒന്ന് കൊണ്ടുവച്ചാക്കിയിട്ട് എങ്ങനെയാണ് എന്നൊക്കെ നോക്കണം. അങ്ങനെ പിന്നെ മെയ് ലാസ്റ്റായിട്ട് ലീവിന് നാട്ടിലേക്ക് പോകാമെന്നും പറയുന്നുണ്ട്. ഇപ്പം നാട്ടിൽ പോയാൽ ഇനി അമ്മ ഇങ്ങോട്ടേക്ക് അമ്മ പറഞ്ഞു ഒരു 2-3 മാസം കൂടെ അവിടെ നിൽക്കുക, എന്നിട്ട് തിരിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാനിതാ ഈ ഒരു ചോറിൻ്റെ പരിപാടിയിലാണേ. ഈ ഒരു ഏപ്രിൽ മെയ് ജൂൺ ജൂലൈയിലൊക്കെ ഇവിടെ ഭയങ്കര കാറ്റായിരിക്കും കേട്ടോ. കാറ്റ് ഏറ്റവും താഴത്ത് നിന്നാൽ കാറ്റ് അങ്ങനെ അറിയത്തില്ല. പക്ഷേ ഞങ്ങൾ മുകളിലതിനെ കൊണ്ടില്ലേ ജനലിൻ്റെ ഇച്ചിരിയൊക്കെ അങ്ങനെ ജനലടച്ചാലും ഇച്ചിരി ഭാഗം അങ്ങനെ ഉണ്ടെങ്കിൽ അതിലൂടെ ഭയങ്കരമായിട്ടുള്ള സൗണ്ട് വരും കേട്ടോ. ആ ഒരു സൗണ്ടിന് അച്ഛന് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ആ സൗണ്ട് വരുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടില്ലെങ്കിൽ ഞാനൊരു സൗണ്ട് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിപ്പിക്കും. ഈ ഒരു ചോള ഇന്നലെ ഞങ്ങൾ ടൗണിൽ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഉപ്പേരിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്തെങ്കിലും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള തൈരാണ്. അപ്പം ഈ ഒരു തൈരൊക്കെ ആയിട്ടാണ് കൊടുത്തു വിടാൻ വിചാരിച്ചു. അങ്ങനെ കറിയും ചോറും ഒക്കെ ആയിട്ടുണ്ട്. കായിൻ്റെ കറിയും ഉപ്പേരിയും മാങ്ങയും അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് കക്കിരി ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഏട്ടന് താഴെ കൊടുക്കണം. അപ്പോൾ ഏട്ടൻ ഇത്രയും ദിവസം അവിടെ ഉള്ളവരുടെ കൂടെ അവിടുത്തെ ഭക്ഷണം കഴിച്ചതാണ്. അവിടുത്തെ ഭക്ഷണം എന്ന് പറയുമ്പം ഡെയിലി ഡാലായിരിക്കും, അതേപോലെ തന്നെ
നമ്മുടെ പക്കവട ഇല്ലേ, പക്കവടേൻ്റെ ഒരു കറി, അതിന് കടിയെന്ന് പറയും, ആ ഒരു കറിയൊക്കെയാണ് കേട്ടോ. അപ്പം ഇപ്പം കുറച്ച് ദിവസമായിട്ട് കിട്ടാണ്ട് നമ്മൾ നാട്ടിലെ പോലത്തെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹായ് ബോൾ, ഹായ് ബോൾ. അപ്പോൾ ഞാൻ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേങ്കിൽ ഞാൻ ചോറ് കൊടുക്കാൻ പോയപ്പം അവിടെ ബസ്സിൻ്റെ ഡ്രൈവറും ഉണ്ടായിരുന്നില്ല, സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെ ഭാര്യ ഉണ്ടായിരുന്നു, അവരും ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം കുറച്ച് സമയം അവിടെ ഇരുന്നു. ഡ്രൈവർ വരുന്നവരെ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഡ്രൈവർ കയ്യിൽ കൊടുക്കാൻ വിചാരിച്ചിട്ട് അയാൾ വരുന്നവരെ അവിടെ നിന്ന് അങ്ങനെ കുറച്ച് സമയം പോയി കേട്ടോ അവിടെ. പിന്നെ ഞാൻ തിരിച്ച് വന്നപ്പം അമ്മയും പിന്നെ അപ്പുറത്തെ വീട്ടിലത്തെ അവരൊക്കെ ഉണ്ടായിരുന്നു. ഓ ശരി. ആ അമ്മ പോവാനോ? അമ്മയ്ക്ക് പേടിയാവൂലേ? അമ്മയ്ക്ക് പേടിയാവൂലേ? നെച്ചു നെച്ചു ചെരുപ്പിട്. നോ നോ നോ. ആ പോട്ടെ പോട്ടെ പോട്ടെ, ഓഫായി പോട്ടെ. പിന്നെ തിരിച്ച് വന്നപ്പോഴാണ് അവർ അപ്പുറത്തെ വീട്ടിലത്തെ അവരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരോട് കുറേ നേരം കഥയൊക്കെ പറഞ്ഞിരുന്ന്. അതിന് ശേഷമാണ് ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ. വേഗം തുണിയൊക്കെ അലക്കിയിട്ട് ഇപ്പോൾ പുറത്ത് കൊണ്ടുവച്ചിട്ട് വിരിച്ചിടാറില്ല, ഇവിടെ തന്നെ വിരിച്ചിടും. ഇവിടെ ആകുമ്പം പെട്ടെന്ന് തന്നെ ആറി കിട്ടും കേട്ടോ. ഞാൻ അയലുമേൽ വിരിച്ചിട്ട് ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കാണ് തുണിയൊക്കെ എത്ര കട്ടിയുള്ള തുണിയാണെങ്കിലും ആറി കിട്ടും കേട്ടോ, അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ ഞാൻ തുണിയൊക്കെ വിരിച്ചിരുന്ന പരിപാടിയിലാണ്. പിന്നെയാണ് അകൊക്കെ ഒന്ന് തുടച്ചിടണം, പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു റൂം ഫുള്ള് ഡ്രസ്സ് കൊണ്ട് നിറഞ്ഞിരിക്കും കേട്ടോ. ഞാൻ അയലുമെന്ന് എടുത്തിട്ടിട്ടതും പിന്നെ അന്ന് ഞങ്ങൾ പോകുമ്പോൾ മടക്കി വെച്ചതൊക്കെ ആയിട്ടുള്ള കുറേ ഡ്രസ്സും പിന്നെ ഓരോന്നിങ്ങനെ വലിച്ച് വാരിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ഒരു റൂമിൽ. അപ്പോൾ ആ ഒരു റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോകും. മറ്റേ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം വലിയ കുഴപ്പമൊന്നുമില്ല. അതിനാണ് അവർ എൻ്റെ അടുത്ത് ഡെയിലി ഒരു 1.5 മണിക്കൂറൊക്കെ എൻ്റെ അടുത്ത് കഥ പറയാൻ വേണ്ടിയിട്ട് വരും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കഥയുണ്ടാവും. അവർക്ക് ഇപ്പം മുംബൈയിലേക്കാണ് പോസ്റ്റിംഗ് കിട്ടിയിട്ടുള്ളത്. ഇനി അവർ മുംബൈയിലാണ്, ഒത്തിരി കാലമാണെങ്കിൽ അവർക്ക് മുംബൈയിൽ നിൽക്കേണ്ടി വരും. മക്കൾ SLC ഒക്കെ ആണെങ്കിൽ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പിന്നെ പോസ്റ്റിംഗ് പോവേണ്ടി വരില്ല. അവരുടെ ഈ ഒരു വിദ്യാഭ്യാസ കാലം കഴിയുന്നവരെ നമുക്ക് ഇപ്പോൾ ഏത് സ്ഥലത്താണോ ഉള്ളത് അവിടെ തന്നെ നിൽക്കാം. അവർക്ക് 2 പെൺകുട്ടികളാണ്. അപ്പം അവരാണ് മുംബൈയിൽ നിന്ന് പോകാനാകുമ്പോഴത്തേക്ക് അവൾ SLC ആവും. SLC ആകുമ്പം പിന്നെ അവർക്ക് വേറെ സ്ഥലത്തേക്ക് പോസ്റ്റിംഗ് പോകണ്ട. പിന്നെ പോകാനാകുമ്പോഴത്തേക്ക് അടുത്ത കുട്ടി SLC ആവും, പിന്നെ പറ്റേ കുട്ടി +2 ആവും. അങ്ങനെ അവർ ഒത്തിരി കാലം മുംബൈയിൽ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുംബൈയിൽ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സൗത്ത് സോണാണ് കേട്ടോ. സൗത്ത് സോണിൽ കേരള ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാനൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നിട്ട് തുടയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഏട്ടനുള്ള സമയത്ത് ഏട്ടൻ ഒരു 2-3 ദിവസമൊക്കെ കൂടുമ്പായിരുന്നു തുടയ്ക്കൽ. ഏട്ടൻ തുടയ്ക്കാനൊന്നും അങ്ങനെ അറിയില്ല. എന്നാൽ ഒത്തിരി ചേറൊക്കെ ഉണ്ടായിരുന്നു, പൊടിയൊക്കെ ഇങ്ങനെ പിടിച്ചിരുന്നിട്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു പൊടിക്കാറ്റ് വരാനുണ്ടാവും. പൊടിക്കാറ്റിന് ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് കാറ്റുണ്ട്. ആ കാറ്റിന് മൊത്തത്തിലുള്ള പൊടിയും വരും അകത്തേക്ക്. അപ്പോൾ അതൊരു വെള്ള ടൈലായതിനെ കൊണ്ട് പെട്ടെന്ന് അറിയുകയും ചെയ്യും അയക്കൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഡെയിലി തുടയ്ക്കാറുണ്ട്. ഇപ്പം നല്ല രീതിക്ക് പൊടി ഉണ്ടാവും. അങ്ങനെ ഇനിയിപ്പോൾ തുടച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പാത്രം കുറച്ച് കഴുകി വെക്കാണ്ട്. പിന്നെ ഈ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. പിന്നെ അപ്പോഴത്തേക്ക് തന്നെ കുളിച്ച് ചോറൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് തന്നെ വൈകുന്നേരം ആയ ഏട്ടൻ വന്നിട്ട് ഇന്നൊന്ന് ഹോസ്പിറ്റലിൽ പോകാണ്ട്. എനിക്ക് തൈറോയ്ഡ് ഉണ്ട്, തൈറോയ്ഡ് ഒന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ PCOD ഉണ്ട്. PCOD പക്ഷേങ്കിൽ നോർമലായിരുന്നേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ടെസ്റ്റ് ചെയ്തപ്പം. പക്ഷേങ്കിൽ ഇപ്പം എനിക്ക് കൂടിക്കുമെന്ന് ഡൗട്ട് തോന്നുന്നുണ്ട്. കാരണം ഭയങ്കരമായിട്ട് തടി വയ്ക്കുന്നുണ്ട്, വെയിറ്റ് കൂടുന്നുണ്ട്. അതേപോലെ തന്നെ PCODക്ക് ഉള്ള എല്ലാ ഇതും എനിക്കിപ്പോൾ ഉണ്ട്, എല്ലാ സിംറ്റംസും ഉണ്ട്. അപ്പോൾ PCOD ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാണ്ട്. അപ്പം ഇന്ന് ഇപ്പോൾ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാണ്ട്. പിന്നെ നച്ചുവിൻ്റെ മേലൊക്കെ ഒരുമാതിരി ഇങ്ങനെ ഒരു പിമ്പിൾസ് പോലെ, പിമ്പിൾസ് അല്ല, ഒരുമാതിരി ഒരു ചെറിയ കുരുക്കൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കണം. ചൂടൂരും അല്ല, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അതൊന്ന് പോയിട്ടൊന്ന്
കാണിക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോവും. അങ്ങനെ പാത്രമൊക്കെ കഴുകി വയ്ക്കുന്ന പണിയിലാണ് കേട്ടോ. ഇപ്പം കറി വെച്ചിട്ടുള്ള പാത്രവും ചോറ് വെച്ചിട്ടുള്ള പാത്രവും പിന്നെ രാവിലത്തെ കുറച്ച് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴുകി വയ്ക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കണം. പിന്നെ നാട്ടിലെ വിശേഷം പറയുകയാണെങ്കിൽ നാട്ടിലെ വീട്ടിൽ അമ്മമ്മയും അച്ഛനുമാണുള്ളത്. അച്ചച്ചൻ്റെ പെങ്ങൾ വയസ്സായിട്ടുള്ള ആളായിരുന്നു. അവർ മരിച്ചിട്ട് അച്ഛൻ ഇന്ന് വൈകുന്നേരം അങ്ങോട്ട് പോകും. അപ്പോൾ വീട്ടിൽ മാമൻ വന്നിട്ടുണ്ട്. എൻ്റെ മാമനും അമ്മമ്മയാണ് ഇന്ന് വീട്ടിലുണ്ടാവുക. അച്ഛൻ അങ്ങോട്ടേക്ക് പോകുന്ന ആൾ അവിടെ തീരലാണ്. നമ്മുടെ നാട്ടിൽ 7-ാം ദിവസമാണ് എന്തൊക്കെയോ തീരൽ എന്ന് പറയുക. അപ്പോൾ അവിടേക്ക് പോകും. അങ്ങനെയൊക്കെയാണ് നാട്ടിൽ ഗതാഗതികൾ. അച്ഛനെയും അമ്മേനെയും ഞാൻ ഇങ്ങോട്ടേക്ക് ഒത്തിരി വിളിച്ചതാണ്. പക്ഷേങ്കിൽ ഒരു കൊല്ലമൊന്നും കഴിയാണ്ട് അമ്മ ഇവിടത്തേക്കും വരില്ല എന്നാണ് പറയുന്നത്. അച്ഛനും അതുപോലെ തന്നെ. അമ്മ വരാണ്ട് എന്തായാലും അച്ഛനും വരില്ല. അമ്മ പറഞ്ഞു ഒരു കൊല്ലമൊക്കെ കഴിയട്ടെ, അല്ലാണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരത്തില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടെ ഇപ്പം വരാനും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒത്തിരി കാര്യങ്ങളൊക്കെ ശരിയാക്കാനും ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ. പിന്നെ ഏട്ടന് പോസ്റ്റിംഗ് എന്തായാലും ഇല്ല. ഇനിയിപ്പം ഒരു കൊല്ലം കൂടെ ഇവിടെ തന്നെ നിൽക്കണം. ഒത്തിരി പേർക്ക് പോസ്റ്റിംഗ് വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് വന്നിട്ടില്ല. സൗന്ദര്യയ്ക്കും അതേപോലെ തന്നെ ഹേമയ്ക്കും ഒന്നും തന്നെ വന്നിട്ടില്ല. ഇന്ന് സൗന്ദര്യേൻ്റെ മോളെ കാതുകുത്തലാണ് കേട്ടോ. അവൾ ആന്ധ്രാപ്രദേശിലാണ്. അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു ആഘോഷമാണ് ഈ ഒരു കാതുകുത്തൽ എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് അവളെ കാതുകുത്തലാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ഭയങ്കരമായിട്ടുള്ളൊരു ഫങ്ഷൻ തന്നെയാണ് അവർക്ക് ഈ ഒരു കാതുകുത്തൽ. നമ്മുടെ നാട്ടിൽ എൻ്റെ അവിടെ ഒന്നും അങ്ങനെ കാതുകുത്തലൊന്നും ഭയങ്കരമായിട്ടുള്ള ഒരു ഫങ്ഷനൊന്നും ആയിട്ട് അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ അവരുടെ നാട്ടിൽ അത് ഭയങ്കരമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അവൾ. അപ്പോൾ ഇന്ന് അവളെ ചെറിയ മോളെ കാതുകുത്തലാണ്. അതിന് വേണ്ടിയിട്ട് അവൾ നാട്ടിൽ ലീവ് എടുത്തിട്ട് പോയതാണ്. ഹേമയും ഞാനും ഒരു ദിവസമാണ് ലീവ് കഴിഞ്ഞിട്ട് വന്നത്. അപ്പം ഇതുവരെ അവളെ കണ്ടിട്ടില്ല. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ നേരിട്ടൊന്നും ഞാൻ പുറത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. താഴെ ഗാർഡനിലൊന്നും തന്നെ പോയിട്ടുണ്ടായിരുന്നില്ല. ആകെ എനിക്ക് ഇത്തിരി സമയമൊക്കെ കിട്ടുമ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിലെ പല്ലവയ്ക്കിൻ്റെ അടുത്ത് കഥയൊക്കെ പറഞ്ഞിരിക്കും. പിന്നെ ഇവിടെ ഓരോന്ന് ചെയ്യാനുണ്ടാവും. ഒത്തിരി ദിവസം ഇവിടെ ഇല്ലാണ്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ടുള്ള പണികളൊക്കെ ഉണ്ട്. തുടയ്ക്കാനും ഒക്കെ ഇങ്ങനെ പൊടി പിടിച്ചൊക്കെ കിടക്കുന്ന മാതിരി. പിന്നെ എനിക്ക് കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് അയച്ചു വന്നിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എൻ്റെ ദിവസങ്ങൾ അങ്ങ് പോകുന്നുണ്ട്. പിന്നെ ഇപ്രാവശ്യം പോസ്റ്റിങ് വരാത്തത് നന്നായി എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു തിരക്കിൽ എല്ലാ സാധനങ്ങളും കെട്ടിപ്പെറുക്കി ഏട്ടൻ ഒറ്റയ്ക്ക് തന്നെ ഇങ്ങോട്ട് പോവും. നാട്ടിലേക്ക് സാധനങ്ങൾ കയറ്റി വിടാനും ഒത്തിരി പാടാണ്. വേറെ എവിടെയും പോസ്റ്റിങ് കിട്ടുകയാണെങ്കിൽ ഞാൻ ചില്ലാണ്ട് ഏട്ടന് എല്ലാ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. മുംബൈയിലും ഇതേ അവസ്ഥയായിരുന്നു. പോസ്റ്റിങ്ങിൻ്റെ സമയത്തായിരുന്നു ഞാൻ നാട്ടിലേക്ക് പോയത്. അന്നേരം ഞാൻ 7 മാസം പ്രഗ്നൻ്റ് ആയിരുന്നേ. ആ ടൈമിൽ ഞാൻ നാട്ടിലേക്ക് പോയതുകൊണ്ട് തന്നെ ഏട്ടന് എല്ലാ സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഒത്തിരി നല്ല സാധനങ്ങളൊക്കെ ഒരുപാട് പേർക്ക് വെറുതെ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് അതൊക്കെ ഒന്നും കൂടെ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെയൊന്നും ആക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് തുണികളൊക്കെ ഒന്ന് മടക്കി വയ്ക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാവേ. Thank you.